ഇന്നുച്ചയ്ക്ക് 1:08 റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞ ട്രെയിലറാണ് ഇന്ന് രാവിലെ 12 മണിക്ക് റിലീസ് ചെയ്തിട്ടുള്ളത്. രാവിലെ എണീച്ച് ഫോൺ എടുത്ത് നോക്കുമ്പോൾ എമ്പുരാൻ്റെ ട്രെയിലർ വന്നതെന്ന് പറയുന്നത്. ഞാൻ വിചാരിച്ച ഫാൻമേ ട്രെയിലർ ആയിരിക്കും. പിന്നെ താഴെ നോക്കുമ്പോൾ ആശീർവാദ് സിനിമാസിൻ്റെ പേരും കാണിക്കുന്നു. സോ അപ്പോൾ തന്നെ മനസ്സിലായി സംബന്ധം ലീക്കോ കാര്യങ്ങളൊക്കെ ആയതാണ്. സോ ട്രെയിലർ കണ്ടു, ഒരു രക്ഷയില്ലാത്ത ട്രെയിലർ. എന്താ നമ്മൾ പ്രതീക്ഷിച്ചു അതിൻ്റെ അപ്പുറം ഡെലിവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ടീസറിലൊക്കെ എന്ത് ക്വാളിറ്റി ഉണ്ടോ അതിൻ്റെ അപ്പുറം ഈ ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ട്. കിടിലൻ സാധനം. നമ്മളെ ലാലേട്ടൻ എങ്ങനെ കാണണം ആഗ്രഹിക്കണോ അതൊക്കെ ഇതിൻ്റെ അത് കാണിച്ചു പോയിട്ടുണ്ട്. ലാലേട്ടൻ്റെ ഫേസ് ഒന്ന് ഫോക്കസ് ചെയ്യേണ്ട ഓരോ ഷോട്ടൊക്കെ ഉണ്ട് മോനെ, ഒരു രക്ഷയില്ല. ഗൂസ് ബംസ് കിട്ടി. നമുക്ക് സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു മലയാള സിനിമയുടെ ഏറ്റവും വലിയ സിനിമ എന്ന് പറയുമ്പോൾ ഈ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അത്രയും ഗംഭീര രീതിക്കാണ് ട്രെയിലർ മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ സിനിമയത്തെ നല്ല രീതിക്ക് ഡെലിവർ ചെയ്യാൻ നല്ല രീതിക്ക് പ്രതീക്ഷയുണ്ട്. സോ മാർച്ച് 27 കട്ട വെയിറ്റിംഗ് തന്നെയാണ്. പണ്ട് ട്രെയിലറൊക്കെ വന്നതിന് അതിൻ്റെ ഈച്ച് ആൻഡ് എവരി അപ്ഡേറ്റ് മുന്നേ വന്നത് ക്യാരക്ടർ പോസ്റ്റേഴ്സൊക്കെ അതിൻ്റെ ഒരു എക്സ്റ്റൻഡ് വേർഷനാണ് നമുക്ക് ഈ ട്രെയിലർ കാണിച്ചിട്ടുള്ളത്. ഓരോ ക്യാരക്ടേഴ്സ്, ഇപ്പോൾ സുരാജിൻ്റെ ക്യാരക്ടർ, പിന്നെ ബൽരാജ് എന്ന് പറഞ്ഞ ക്യാരക്ടറുണ്ട്. ആ ഒരു ക്യാരക്ടർ കിണ്ണം ക്യാരക്ടറാണെന്ന് തോന്നുന്നു. ആ ഒരു ക്യാരക്ടറിനെ ട്രെയിലറിൽ പ്ലേസ് ചെയ്ത് കണ്ടാൽ മനസ്സിലാവും ഗംഭീര ക്യാരക്ടറാണെന്ന് തോന്നുന്നു. സോ ഒരു മാസ് മരിയ ക്യാരക്ടർ ആയിരിക്കും അത്. അതേപോലെ കുറേ ക്യാരക്ടേഴ്സിൻ്റെ ഒരു എക്സ്റ്റൻഡ് വേർഷനാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. പണ്ട് ഫസ്റ്റ് ഷോട്ടൊക്കെ ലൂസിഫറിൻ്റെ ഒരു ഭാഗമെല്ലാം കാണിച്ച് പിന്നെ ഒരു പോക്കാണ് ട്രെയിലർ. രക്ഷയില്ല. ആ ട്രെയിലർ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും പൃഥ്വിരാജ് എല്ലാ സംഗതി പഠിച്ച് കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. കാരണം വെച്ചാൽ സാറിൻ്റെ റിലീസ് ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ റിലീസ് ട്രെയിലറിൽ അതിനൊരു മ്യൂസിക് ഉണ്ട്, എന്നൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. അതേ ഒരു നേരിയ ടൈപ്പ് പോലത്തെ ഒരു സ്കോർ ഈ ഒരു എമ്പുരാനിൽ കൊടുത്തിട്ടുണ്ട്. അതേ ഫീലിംഗ് എല്ലാം ആ ഒരു സാറിൻ്റെ റിലീസ് ട്രെയിലർ കാണുമ്പോൾ അതേ ഫീലിംഗ് നമുക്ക് ഈ ഒരു എമ്പുരാൻ്റെ ട്രെയിലർ ലാസ്റ്റോട്ടൊക്കെ എത്തുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ പേഴ്സണലായിട്ട് തോന്നിയ കാര്യമാണ്. അപ്പോൾ പൃഥ്വിരാജ് ഇതെല്ലാം കണ്ടും കേട്ടും പഠിച്ച് നല്ല കൃത്യമായിട്ട് തന്നെ മേക്ക് ചെയ്ത് വെച്ച സാധനമാണ്. പടത്തിൽ തന്നെ ഡെലിവറി ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും പ്രതീക്ഷ. ലാലേട്ടൻ നമ്മളെ കുറേ കാലം ഇങ്ങനെ കാണാൻ വേണ്ടി കൊതിക്കുന്നത്. എത്ര പടങ്ങൾ പൊട്ടി ഈ ഒരു പടത്തിൽ മൂപ്പർ തൂക്കുന്നതല്ലേ ഇങ്ങനെ പ്രതീക്ഷയുണ്ട്. കട്ട വെയിറ്റിംഗ് ആണ് മാർച്ച് 27 വേണ്ടിയിട്ട്. ട്രെയിലർ രക്ഷയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ട്രെയിലർ ഇങ്ങനെ ഒന്നും കൂടി കാണുന്നുണ്ട്. നല്ല ഗൂസ് ബംസ് ചെയ്യുന്ന കുറേ സീക്വൻസ് ഉണ്ട്. സോ അത്രേ പറയാനുള്ളൂ.